ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും എന്നെ സപ്പോർട്ട് ചെയ്യാനും ആരും മറക്കരുത്. ഇനി നമുക്ക് ഇന്നലത്തെ എപ്പിസോഡിൻ്റെ റിവ്യൂ പറയാം. ഇന്ന് കുറച്ച് ലൈറ്റായി, എനിക്കറിയാം, കുറച്ച് ബിസി ആയിരുന്നു, അതുകൊണ്ടാണ്. അപ്പോൾ എപ്പിസോഡ് നമ്പർ 59 റിവ്യൂ സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് ഫസ്റ്റ് തന്നെ കാണിക്കുന്നത് ചന്ദനമണി, ആ പാട്ടായിരുന്നു കേട്ടോ, മോഹൻലാലിൻ്റെ മോർണിംഗ് സോങ് ആയിട്ട് ഇട്ടത്. നിവീന് ഇഷ്ടപ്പെട്ട സോങ് ആണ്. അപ്പോൾ എന്തുകൊണ്ട് ആ സോങ് ഇട്ടു എന്നൊക്കെ നിവീൻ ഇങ്ങനെ പറഞ്ഞിട്ട് നടക്കുന്നുണ്ട്. അതിനുശേഷം പിന്നെ അടുത്തത് മോർണിംഗ് സോങ് കഴിഞ്ഞിട്ട് അടുത്ത കാണിക്കുന്നത് ന്യൂബിനും നമ്മുടെ സാബുമാനും എക്സസൈസ് ചെയ്യാണ്. ഇങ്ങനെ ആന പോലെ ഇങ്ങനെ ഇരുന്നിട്ട് എക്സസൈസ് ചെയ്യാം. അപ്പം ബിന്നിയും നിവീനും നടന്നു വരികയാണ്. അപ്പോൾ സാബുമാനും ന്യൂബിനും ഷാനവാസും ഉണ്ട്. ഷാനവാസ് സ്ട്രെച്ചിങ് ഒക്കെ ചെയ്യണേ. അപ്പോൾ ബിന്നിയും നിവിനും നടന്നു വന്നിട്ട് ബിന്നി വന്നിട്ട് ന്യൂബിൻ്റെ പുറത്തും ആന കയറി, നിവിൻ വന്നിട്ട് സാബുമാൻ്റെ പുറത്തുമാണ് ആന കയറുന്നത്. എന്നിട്ട് സാബുമോനോട് നിവിൻ പറയുന്നുണ്ട്, ഇതിങ്ങനെ വെച്ചിട്ട് പുഷപ്പ് ചെയ്യുക എന്നൊക്കെ പറയുമ്പോൾ അതെനിക്ക് ഭയങ്കര ടഫാണ്, നിന്നെ വെച്ചിട്ട് പുഷപ്പ് ചെയ്യാനൊന്നും പറ്റില്ല എന്നൊക്കെ സാബുമാൻ പറയുന്നുണ്ട്. നിവിൻ അപ്പം ഈ ബിന്നിനെ എടുത്ത് ഇതാക്കാൻ നോക്കുമ്പോൾ പറയുന്നുണ്ട്, അവൻ ആനിനെ പോലെ കയറി ഇരുന്നിട്ട് അവർ പോകണുണ്ട്, അതുപോലെ പോകണമെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം അതിനുശേഷം പിന്നെ ഷാനവാസ് പറയുന്നുണ്ട്, ഒരു ആനയാണ് പുറത്ത് കയറി ഇരിക്കണേ എന്ന് പറയുന്നുണ്ട് നിവിനെ. അപ്പം നിവിൻ അവിടെ നിന്ന് ആരാടോ ആന, ഞാൻ ആനയല്ലടോ, നിങ്ങൾ എന്നെ ബോഡി ഷെയ്മിങ് ആടോ ചെയ്തത്, ഞാനൊരു കാര്യം ചെയ്യാം, അടുത്ത വീക്കെൻഡിൽ ജയിൽ നോമിനേഷൻ ചെയ്ത് ഇതിൻ്റെ പേരിൽ നിങ്ങൾ എന്നെ ബോഡി ഷെയ്മിങ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് നിങ്ങളെ ഞാൻ ജയിൽ നോമിനേഷനിൽ ഇടും എന്നൊക്കെ ഷാനവാസിന് പറയുന്നുണ്ട് നിവിന്. അതിനുശേഷം പിന്നെ കാണിച്ചതാണ് പൗഡർ റൂമിൽ ന്യൂബിനും ബിന്നിയും തമ്മിൽ സംസാരിക്കുന്നുണ്ട്. നീ കുത്തിത്തിരിപ്പൊന്നും കാണിക്കുന്നില്ല എന്ന് നിനക്ക് ഉറപ്പുണ്ടെങ്കിൽ പിന്നെ നീ എന്തിനാണ് മൈൻഡിലേക്ക് കയറ്റിയിട്ട് അങ്ങനെ നടക്കുന്നത്, അത് ശ്രദ്ധിക്കണ്ടല്ലോ, അതിൻ്റെ കാര്യമില്ലല്ലോ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ബിന്നി പറയുന്നുണ്ട്, ആദ്യമേ അങ്ങനെ ഒരു പേര് വന്നത് കാരണം ഞാൻ എവിടെ പോയി ആരോട് പോയി സംസാരിക്കാനിരുന്നാലും ഞാൻ കുത്തിത്തിരിപ്പാണ് പറയുന്നത് എന്നാണ് ഇവരുടെയൊക്കെ വിചാരം. ഈ കുത്തിത്തിരിപ്പ് എന്ന് പേരിട്ടത് തന്നെ ഏറ്റവും വലിയ കുത്തിത്തിരിപ്പാണ്, എന്നെ കുത്തിത്തിരിപ്പ് എന്ന് പേരിട്ടത്, അതാണ് ഇവിടെ ഹൈലൈറ്റ് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ന്യൂബിൻ പറയുന്നുണ്ട്, നീ ഭയങ്കര സ്ട്രോങ് അല്ലേ, അപ്പോൾ സ്ട്രോങ് ആയിട്ട് തന്നെ ഇരിക്കുക, ഇതൊന്നും മൈൻഡ് ആക്കണ്ട എന്നൊക്കെ പറയുന്നുണ്ട്. ബിന്നി കരയിനൊക്കെ ഉണ്ട്. അതിനുശേഷം പിന്നെ ഫാമിലി റൗണ്ടാണ്. ലിവിങ് റൂമിൽ എല്ലാവരെയും വിളിച്ചിരുത്തിയിട്ട് ബിഗ് ബോസ് പറയുന്നുണ്ട്, ഇന്ന് വരുന്ന ഫാമിലി അക്ബർ, സാബുമാൻ, ആദിലയുടെ ഫാമിലിയാണ് വരുന്നത്, എന്തായാലും ടാസ്ക് ചെയ്യണം, ടാസ്ക് ചെയ്താലേ ഫാമിലിനെ കാണാൻ പറ്റുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് ന്യൂറേനെ എണീപ്പിച്ച് നിർത്തി, അത് ഇവരെയൊക്കെ പറഞ്ഞതിന് ശേഷമാണ് ന്യൂറേനെ എണീപ്പിച്ച് നിർത്തിയിട്ട് പറയുന്നുണ്ട്, ന്യൂറയ്ക്കും പ്രിയപ്പെട്ട ഒരാൾ വരുന്നുണ്ട് എന്ന്. അപ്പം തന്നെ ന്യൂറ കൺഫ്യൂഷനായി. ഇപ്പോൾ നമ്മുടെ കഴിഞ്ഞ സീസണിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് ആതിരയുടെ ഫാമിലി. അപ്പം ആ രീതിയിലാണ് തോന്നുന്നു ന്യൂറ ഒന്ന് കൺഫ്യൂഷനായി, ആരാ ബിഗ് ബോസ് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അതിനുശേഷം പിന്നെ അടുത്തതായി കാണിക്കുന്നത് അക്ബറിനെ ആക്ടിവിറ്റി ഏരിയയിലേക്ക് കൊണ്ടുപോയി അക്ബറുടെ ഫാമിലി വരുന്നതാണ്. അക്ബറുടെ ഫാമിലിയിൽ നിന്ന് ഉമ്മയും ഷെറിനും തന്നെയാണ് വന്നത്. സോ എല്ലാവരോടും നല്ല പോസിറ്റീവ് രീതിയിൽ തന്നെയാണ് അവരും പെരുമാറിയത്. എന്നിട്ട് അക്ബറിന് ഉണ്ടായിരുന്ന ടാസ്ക് എന്താണെന്ന് വെച്ചാൽ ലാലേട്ടൻ്റെ ഒരു പിക്ക് പസിലായിട്ട്, അതായത് ബിഗ് ബോസിൻ്റെ തന്നെ ഒരു പിക്ക് പസിലായിട്ട് കൊടുത്തതാണ്. അതിനുശേഷം രണ്ടാമത്തെ ടാസ്ക് എന്തായിരുന്നു എന്ന് വെച്ചാൽ വെള്ളത്തിൻ്റെ മേലെ പ്ലേറ്റ്, ഒരു ഗ്ലാസ്, ഒരു പ്ലേറ്റ്, ഒരു ഗ്ലാസ് അങ്ങനെ അടുക്കി വെക്കാനും ആയിരുന്നു ഉണ്ടായിരുന്നത്. കുറച്ച് എളുപ്പത്തിൽ ചെയ്തു അക്ബർ, ഒരുപാട് ടൈമൊന്നും എടുത്തില്ല. ആ വെള്ളത്തിൽ വെക്കുന്നതിന് മാത്രം കുറച്ചൊന്ന്, കാരണം വെള്ളത്തിൽ മുങ്ങിക്കഴിഞ്ഞാൽ പിന്നെ പ്ലേറ്റ് നിൽക്കില്ലല്ലോ, ആ ഒരു രീതിയിൽ ചെയ്തു. അതിന് ശേഷം പിന്നെ ബിഗ് ബാഗിൻ്റെ അടുത്തേക്ക് വന്നു. എന്നിട്ട് ഉമ്മയും വൈഫും പറയുന്നുണ്ട്, ബിഗ് ബാഗിൽ ഒരുപാട് ഇരിക്കണ്ട, അവിടെ നിന്ന് എണീക്കണം, കുറച്ചുകൂടെ ആക്റ്റീവ് ആവണം, ബെസ്റ്റ് പ്ലെയർ ആവണം, ഇപ്പം നന്നായി കളിക്കുന്നുണ്ട് പക്ഷേ കുറച്ചുകൂടെ ആക്റ്റീവ് ആകണം, നല്ല രീതിയിൽ തന്നെ മൈൻഡ് ഗെയിം കളിക്കണം. എന്നിട്ട് പിന്നെ വൈഫ് പറയുന്നുണ്ട്, ജയം എന്നുള്ള ആ ഇവിടത്തേക്ക് പോകണ്ട, പക്ഷേ ബെസ്റ്റ് പ്ലെയർ ആവണം, അതിനെക്കുറിച്ച് ഇപ്പോൾ ചിന്തിക്കാൻ നിൽക്കരുത് എന്നുള്ള രീതിയിലൊക്കെ പറയുന്നുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് ആദില ന്യൂറനെ കൊണ്ട് രണ്ടാളിനെ കൊണ്ട് ആക്ടിവിറ്റി ഏരിയയിലേക്ക് വരാൻ പറയുന്നുണ്ട്. അപ്പോൾ ന്യൂറ ചോദിക്കുന്നുണ്ട്, അപ്പോൾ ബിഗ് ബോസ് ഞങ്ങളുടെ രണ്ടുപേരുടെ ഒരുമിച്ചാണോ വരുന്നത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, മനസ്സിലായി ബിഗ് ബോസ്, ആരും വരാനില്ലാത്തത് കൊണ്ടല്ലേ, ഞങ്ങൾക്ക് മനസ്സിലായി, JD വരുന്നതിന് ഇത്രത്തോളം ഷോ ഓഫ് ഒന്നും ഞങ്ങൾക്ക് കാണിക്കേണ്ട ആവശ്യമില്ല, അവരെന്നെ ഞങ്ങൾക്ക് വരാനുള്ളൂ എന്നുള്ള രീതിയിലൊക്കെ പറയുന്നുണ്ട്. അതിന് മുൻപ് ഇപ്പോൾ അക്ബറിൻ്റെ ഉമ്മയും ഭാര്യയും വന്നപ്പോഴും നിറയെ ഫുഡ് കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ എല്ലാവരും വരുമ്പോഴും നിറയെ ഫുഡ് കൊണ്ടുവരുന്നു. പക്ഷേ ബിഗ് ബോസ് അങ്ങനെ ഫുഡൊന്നും എന്താ പറയുക കൊടുക്കുന്നില്ല, അവർക്ക് പാകത്തിനുള്ള ഫുഡ് മാത്രമാണ് കൊണ്ടുവന്നത്, മുഴുവൻ കൊടുക്കുന്നില്ല. മന്തിയാണ് കൊടുത്തിട്ടുള്ളത് ഇപ്പോൾ അക്ബറിൻ്റെ ഫാമിലി വന്നതിൽ. എന്നിട്ട് അതെല്ലാവരും കഴിക്കുന്നത് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇവർ കഴിക്കണേക്ക് മുമ്പാണ് ഇവരിനെ വിളിച്ചത്. കഴിക്കണേക്ക് മുമ്പ് ഒരു ഗസ്റ്റും കൂടെ വരാനുണ്ടെന്ന് പറഞ്ഞിട്ടാണ് ആദിലിനെ നൂറിനെയും വിളിച്ചത്. ഇവർ മാത്രം കഴിക്കാനുണ്ടായിരുന്നുള്ളൂ. അതിനുശേഷമാണ് പിന്നെ
ഇവരെ ടാസ്ക് ചെയ്യാൻ കയറ്റുന്നുണ്ട്. ഇവർക്ക് കൊടുത്തതും അതേപോലെ തന്നെ ലാലേട്ടൻ്റെ ഒരു പിക്കും. സെക്കൻഡ് ടാസ്ക് എന്താണെന്ന് വെച്ചാൽ ബൗളിലേക്ക് തീപ്പെട്ടി ഇങ്ങനെ ഇതാക്കിയിട്ട് തട്ടിയിട്ട് ഇടണം. അത് കുറച്ച് ടഫായിരുന്നു, ഒരുപാട് സമയം എടുത്തു അവരെ ചെയ്യാൻ. ഇപ്പോൾ നമ്മുടെ എപ്പിസോഡിൽ കുറച്ച് സമയം കാണിച്ചെങ്കിലും ലൈവിൽ ഒരു 1 hour എങ്കിലും അവരത് എടുത്തിട്ടുണ്ടാവും. ആ തീപ്പെട്ടി ഇങ്ങനെ തട്ടിയിടാൻ ബൗളിലേക്ക് അങ്ങോട്ട് എത്തുന്നുണ്ടായിരുന്നില്ല. ലാസ്റ്റത്തെ ബൗളിലേക്ക് ഒരുപാട് സമയം എടുത്തിട്ടാണ് കഴിഞ്ഞത്. പിന്നെ അവർ അപ്പോൾ ഇടയിൽ ഇപ്പോൾ ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ പറയുന്നുണ്ട് അക്ബറിൻ്റെ ഫാമിലിക്ക് പോകാനുള്ള ടൈമായി പറഞ്ഞപ്പോൾ അവർ കുറച്ചുകൂടെ ഇതായിട്ട് ടെൻഷനായിട്ട് ഇട്ടപ്പോഴാണ് ലാസ്റ്റത്തേൽ വീണത്. എന്നിട്ട് അക്ബറിൻ്റെ ഫാമിലി പോകുന്നുണ്ട്. അതിനുശേഷം പിന്നെ അതിൻ്റെ ഇടയിൽ വന്നിട്ടുണ്ട് കേട്ടോ ഇവർ ടാസ്ക് ചെയ്യണതിൻ്റെ. അതിനു മുമ്പ് നൂറക്കും ആദിലക്കും വേണ്ടി വന്നിട്ട് അവർ ഉദ്ദേശിച്ച ആൾക്കാർ തന്നെയാണ് വന്നത്. ദിയാസനയും ജാസ്മിൻ മൂസയും തന്നെ വന്നത്. നമ്മുടെ പഴയ കണ്ടസ്റ്റൻസ് ആണല്ലോ, അവർ തന്നെ വന്നത്. അപ്പോൾ ദിയാസന വരുമ്പോൾ തന്നെ പറയുന്നുണ്ട് ഓ ഭയങ്കര നൊസ്റ്റാൾജിക്ക് ഫീലാണെന്ന് പറയുന്നുണ്ട്. ജാസ്മിൻ പറയുന്നുണ്ട് ഓ എനിക്ക് നൊസ്റ്റാൾജിക്ക് എന്നല്ല, എനിക്ക് ട്രോമയാണ് ട്രിഗറായി വരുന്നത് എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് പിന്നെ രണ്ടാളും എല്ലാവരോടും നല്ല രീതിയിൽ തന്നെയാണ് പെരുമാറിയത്. അതുമല്ല എല്ലാവർക്കും ഹിൻഡ് കൊടുത്തിട്ടുണ്ട്, അവരെങ്ങനെയാണ് ഗെയിം കളിക്കുന്നത്, എന്ത് മാറ്റം വരുത്തണം എന്നൊക്കെ എല്ലാവർക്കും ഹിൻഡ് കൊടുക്കുന്നുണ്ട്. ഇപ്പം അനീഷിനോടാണെങ്കിലും ഷാനവാസിനോടാണെങ്കിലും എല്ലാവരോടും. അതുപോലെ തന്നെയാണ് ആര്യനോടും ജിസേലിനോടും പറഞ്ഞത്. പക്ഷെ അത് അവർക്ക് അത്ര അങ്ങോട്ട് സുഖിച്ചില്ല. ആര്യന് സുഖിച്ചില്ല. കാരണം ആര്യനോട് പറഞ്ഞത് നീ +2 ഏത് സബ്ജക്റ്റ് ആയിരുന്നു കൊടുത്തത്, ഹ്യൂമാനിറ്റീസ് ആയിരുന്നോ എന്ന് ചോദിക്കുന്നുണ്ട്. എന്നിട്ട് ജിസേലിനോട് ചോദിക്കുന്നുണ്ട് നീ ശരിക്കും +2 ആണോ പ്രീ ഡിഗ്രി ആണോ നീ പഠിക്കുന്ന സമയം എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അത് ചോദിക്കുന്നതൊന്നും ഇഷ്ടമാവുന്നില്ല. ഇപ്പോൾ ജാസ്മിൻ ആണെങ്കിലും ആദിലിനോടും ന്യൂറോനോടും പറഞ്ഞത് നിങ്ങൾക്ക് ഭയങ്കര നല്ല പെയറാണ്, എനിക്ക് തന്നെ ജലസ് തോന്നുന്നുണ്ട് നിങ്ങളോട്. സോ നിങ്ങളെ മാത്രം വിശ്വസിച്ചാൽ മതി, വേറെ ഒരാളെയും വിശ്വസിക്കരുത്, നല്ല രീതിയിൽ ഗെയിം കളിക്കണം, നിങ്ങളെക്കുറിച്ച് പ്രൗഡാണ് ഞങ്ങൾ എന്നുള്ള രീതിയിലൊക്കെയാണ് പറഞ്ഞത്. അപ്പോൾ ഈ ദിയാസന ആര്യനെയും ജിസേലിനെയും അത് പറഞ്ഞല്ലോ. അപ്പോൾ ആര്യനും ജിസേലും അപ്പുറത്ത് പോയിട്ട് ആര്യൻ ജിസേലിനോട് പറയണേ ഫാമിലി വീക്ക് എന്ന് പറഞ്ഞാൽ ഫാമിലി വരിക, ഹഗ് ചെയ്യുക, സന്തോഷങ്ങൾ പങ്കുവെക്കുക, അത്രയൊക്കെ മതി. അതിനപ്പുറത്തേക്ക് നമ്മളെ ഇത് ചെയ്യാൻ അവരാരാണ്? നിന്നോട് എന്താ പറഞ്ഞത്, എന്നോട് എന്താ പറഞ്ഞത്, ഒരുപാട് കളിച്ചാൽ തിരിച്ച് മറുപടി പറയാനൊക്കെ അറിയാം, പിന്നെ തിരിച്ച് മറുപടി പറഞ്ഞാൽ ഫാമിലി വീക്ക് വരെ ഇല്ലാതാക്കാനും അറിയാം എന്നുള്ള രീതിയിലൊക്കെ പറയാം. അപ്പോൾ ജിസേൽ പറയുന്നത് അവർ ജസ്റ്റ് ഫ്രണ്ട്സിനെ പോലെ ടിപ്പല്ലേ നമുക്ക് തന്നത് എന്നൊക്കെ ജിസേൽ ചോദിക്കുന്നുണ്ട്. പക്ഷെ ആര്യന് അത് ഇഷ്ടമായിട്ടില്ല. അവരെന്തിനങ്ങനെ പറഞ്ഞു, അവർ ടിപ്പാണ് കൊടുത്തത്, പക്ഷെ ഒരു തമാശ രീതിയിൽ പറഞ്ഞു എന്നേ ഉള്ളൂ. അതിനുശേഷം പിന്നെയാണ് അവരും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, നിറയെ ഫുഡ് കൊണ്ടുവന്നിട്ടുണ്ട്. അവർ പറയുന്നുണ്ട് നിറയെ ഫുഡുണ്ട്, ചോക്ലേറ്റ്സ് ആയാലും എല്ലാവർക്കും ഉള്ളത്. പിന്നെ മട്ടൻ ബിരിയാണി, പിന്നെ വെജാണ് എന്ന് പറഞ്ഞിട്ട് ജിസേൽ വെജാണെന്ന് പറഞ്ഞിട്ട് വെജ് ഫുഡും കൊണ്ടുവന്നിട്ടുണ്ട് എന്നൊക്കെ അവർ പറയുന്നുണ്ട്. നിറയെ ഫുഡ് ഉണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ബിഗ് ബോസ് അവർ കൊണ്ടുവന്നതും കൊടുത്തത് മട്ടൻ ബിരിയാണി മാത്രമാണ് കൊടുത്തത്. ഇപ്പം വരുന്നവർ നോൺ വെജ് കൊണ്ടുവരുമ്പോൾ ജിസേലിന് അവിടെ ഫുഡില്ല. അപ്പോൾ ജിസേൽ ഇവർ കൊണ്ടുവന്നത്, അപ്പോൾ ജിസേലിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ നമ്മുടെ ജാസ്മിൻ പറയുന്നുണ്ട് ഞങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്, നീ വെജാണെന്ന് ഞങ്ങൾക്കറിയാം, ഞങ്ങൾ ബട്ടർ പനീർ അങ്ങനെ എന്തോ ഒന്ന് ഓർഡർ ചെയ്തിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്, ഫ്രൈഡ് റൈസ് എന്തോ ഓർഡർ ചെയ്തിട്ട് കൊണ്ടുവന്നിട്ടുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അവർ ഇതിന് വേണ്ടിയിട്ട് വെയിറ്റിംഗ് ആയിരുന്നു. പക്ഷേ അവർ പോകുന്നവരെയും ആ ഫുഡ് ബിഗ് ബോസ് കൊടുത്തിട്ടില്ല, ജിസേലിനുള്ള ഫുഡ്. അവർ പോയതിന് ശേഷമാണ്, അവർ പോണേക്കുമ്പോൾ ഒരുപാട് നല്ല കാര്യങ്ങളുണ്ടായിരുന്നു കേട്ടോ. ദിയ ഫാത്തിമ പറയുന്നുണ്ട് അനീഷ നീ ഷാനവാസിനോട് മാത്രമാണോ ഐ ലവ് യു പറയുള്ളൂ, ഞങ്ങളോടും പറ ഐ ലവ് യു എന്നൊക്കെ പറയുന്നുണ്ട്. എന്നിട്ടാണ് അവർക്ക് പോകാനുള്ള സമയമായി എന്ന് പറഞ്ഞിട്ട് പോണത്. അതിന് ശേഷമാണ് കിച്ചണിൽ ഫൈറ്റ് ഉണ്ടാവുന്നത്. ഈ ഒരു ഫൈറ്റിനോട് അനുബന്ധിച്ചിട്ടാണ് നമ്മുടെ നൈറ്റ് ബിരിയാണീൻ്റെ ഫൈറ്റും നടക്കുന്നത്. സോ ഈ ഫൈറ്റ് മനഃപൂർവ്വം ഉണ്ടാക്കി എന്ന് വേണമെങ്കിൽ പറയാം. അനീഷിൻ്റെ കിച്ചൺ ക്യാപ്റ്റൻസിയെ പൊട്ടിക്കാൻ വേണ്ടിയിട്ട് ബിന്നിയും ഷാനവാസും കൂടെ ഉണ്ടാക്കിയതാണ് എന്ന് വേണമെങ്കിൽ പറയാം. കാരണം കഴിഞ്ഞ വീക്കിൽ ബിന്നിയായിരുന്നു കിച്ചൺ ക്യാപ്റ്റൻ. അപ്പോൾ അനീഷ് ഒരുപാട് ബിന്നിനെ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ലാസ്റ്റ് ആണെങ്കിലും അനീഷ് പറഞ്ഞിട്ടുണ്ട് കിച്ചൺ ശ്രദ്ധിച്ചിട്ടില്ല, കിച്ചൺ ക്യാപ്റ്റൻ്റെ ഇതിൽ നിന്ന് വിട്ടുപോയി, കിച്ചണിൽ കയറിയില്ല എന്നൊക്കെ രീതിയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പം അതിനുള്ള ഒരു ഇതായിട്ടാണ് എനിക്ക് തോന്നിയത്. ഇപ്പോൾ കുറച്ച് ഞാൻ ലൈവിൽ നടന്ന കാര്യം കൂടെ, ഇന്നലെ ലൈവിൽ കണ്ട കാര്യം കൂടെ ഞാൻ ഇതിനോട് ചേർക്കാം. അപ്പോൾ ഇവർ പോയല്ലോ, ദിയ ഫാത്തിമയും ജാസ്മിനും പോയതിന് ശേഷം ഷാനവാസ് ആദിലയോട് വന്ന് പറയുന്നുണ്ട് അതായത് ലക്ഷ്മി മട്ടൻ ബിരിയാണി ഇപ്പം തന്നെ കഴിക്കണം എന്ന് പറഞ്ഞിട്ട് അവിടെ നിൽക്കുന്നു, രാത്രി എടുക്കാമെന്ന് പറയുക.
ഓൾറെഡി അവർ പറഞ്ഞിട്ടുണ്ട്. കാരണം എല്ലാവരും അക്ബറിന്റെ ഫാമിലി കൊണ്ടുവന്ന മന്തി കഴിച്ചിട്ടാണ് ഇരിക്കുന്നത്. അപ്പൊ മട്ടൻ ബിരിയാണി വന്നപ്പോൾ ഇത് നമുക്ക് രാത്രിത്തെ ഫുഡായിട്ട് എടുക്കാന്ന് പറഞ്ഞിട്ടാണ് അനീഷും ആദിലയും എടുത്തു വെച്ചത്. അപ്പം ഇവർ പോയതും ലക്ഷ്മി അത് എടുത്തിട്ട് കഴിക്കാൻ വരികയാണ്. അപ്പം കിച്ചൺ ക്യാപ്റ്റനായ അനീഷ് പറഞ്ഞു ഇല്ല വൈകുന്നേരമാണ് അത് എടുക്കുള്ളൂ പറഞ്ഞിട്ട് കേൾക്കാണ്ട് ആദിലനോട് ഷാനവാസ് വന്ന് പറയാണ് അവളോട് പറ വൈകുന്നേരത്തിനുള്ളതാണ് ഇപ്പൊ തന്നെ കഴിക്കണം പറഞ്ഞിട്ട് നിൽക്കുന്നതെന്ന് പറയുന്നുണ്ട്. അപ്പൊ ആദില പോയിട്ട് പറയുന്നുണ്ട് ഇല്ല അത് നൈറ്റ് ഫുഡ് എടുക്കാനാണ്, ഇപ്പോൾ മട്ടൻ ബിരിയാണി എടുക്കുന്നില്ല എന്ന് പറയുന്നുണ്ട്. അപ്പൊ ലക്ഷ്മി പറയുന്നുണ്ട് എനിക്ക് വിശക്കുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ജിസേലിനും ഫുഡ് കിട്ടിയിട്ടില്ലല്ലോ. അപ്പൊ ഫുഡിന് വേണ്ടിയിട്ട് അപ്പൊ ജിസേലും പൊട്ടാറ്റോ കൊണ്ട് എന്തോ ഉണ്ടാക്കാൻ പോവുകയാണ്. അപ്പൊ അത് ഉണ്ടാക്കുമ്പോൾ ലക്ഷ്മിക്കും ചേർത്ത് ഉണ്ടാക്കാം എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് അവിടെ നിന്നിട്ട് ജിസേല് ആൻഡ് കിച്ചൺ ക്യാപ്റ്റനായ അനീഷ്, ഓനിയൽ, അക്ബർ ഇവരൊക്കെ കിച്ചണിലത്തെ ആൾക്കാരാണ്. സോ അനുമോൾ മാത്രമാണ് അവിടെ ഇല്ലാത്തത്. അപ്പോൾ ഈ കിച്ചൺ ക്യാപ്റ്റനും എല്ലാവരും കൂടെ നിന്നിട്ട് ജിസേൽ ചോദിക്കുന്ന സാധനങ്ങളും അതും ഫുഡ് ഉണ്ടാക്കാൻ ചോദിക്കുന്ന സാധനങ്ങളൊക്കെ എടുത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇവർ തന്നെ പറയുന്നുണ്ട് അനീഷ് ചോദിച്ച കാര്യങ്ങളൊക്കെ തരുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അനീഷ് പറയുന്നുണ്ട് കഴിഞ്ഞ പ്രാവശ്യത്തെ ക്യാപ്റ്റനെ പോലെ കിച്ചൺ ക്യാപ്റ്റനെ പോലെ ഞാനൊന്നും ഒളിച്ചും പാത്തൊന്നും വെക്കുന്നില്ല, എല്ലാം ഇവിടെ ഓപ്പൺ ആയിട്ടാണ് കിടക്കുന്നത്, എന്നിട്ട് ഇവിടെ സാധനങ്ങളൊന്നും തീരുന്നില്ലല്ലോ എന്നുള്ള രീതിയിലൊക്കെ അനീഷ് പറയുന്നുണ്ട്. അപ്പോൾ ബിന്നി അപ്പുറത്തുനിന്ന് എണീറ്റ് വന്നിട്ട് പറയുന്നത് എന്തുകൊണ്ട് തീരുന്നില്ല, ഫാമിലി വീക്ക് ആയതുകൊണ്ട് എല്ലാവർക്കും നല്ലോണം ഭക്ഷണം കിട്ടുന്നുണ്ട്, ഇട സമയത്താണെങ്കിലും അല്ലാത്ത സമയത്താണെങ്കിലും എല്ലാവർക്കും ഭക്ഷണം കിട്ടുന്നുണ്ട്, ഇപ്പം ആർക്കും പഞ്ചസാരയും വേണ്ട തക്കാളിയും വേണ്ട ഒന്നും വേണ്ട, അല്ലെങ്കിൽ ഇവിടെ കാണാമായിരുന്നു ഈ ഓപ്പണായി വെച്ച സാധനങ്ങളൊക്കെ പോകുന്നത് പറയുന്നുണ്ട്. അപ്പം അനീഷ് പറയുന്നുണ്ട് ഫാമിലി വീക്ക് ആണെന്ന് എപ്പോഴാണ് അറിയുന്നത്, നമ്മൾ എല്ലാം തിരിച്ചു കഴിയുന്ന സമയത്തെ ഓരോ വർക്ക് തിരിച്ചു കഴിയുന്ന സമയത്തെ ഞാൻ പറഞ്ഞല്ലോ എല്ലാം അവിടെ ഓപ്പൺ ആയിരിക്കുന്നു, അത് പറഞ്ഞു കഴിഞ്ഞതിന് ശേഷമല്ലേ ഫാമിലി വീക്കാന്ന് പറഞ്ഞോളൂ, അപ്പം അതിന് മുമ്പ് ഞാൻ ഈ തീരുമാനം എടുത്തിട്ടുണ്ടല്ലോ എന്നൊക്കെ അനീഷ് പറയുന്നുണ്ട്. അപ്പം അതിൻ്റെ ഇടയിൽ വന്നിട്ട് കുറച്ച് ഇത് കയറ്റാൻ വേണ്ടിയിട്ട് ഷാനവാസും അക്ബർ അത് ശരിയാണ്, അത് 100% ശരിയാണ്. ഇപ്പം ബിന്നി പറഞ്ഞാൽ ബിന്നിനോട് അത് ശരിയാണ്, ഇപ്പോഴത്തെ അനീഷ് എന്തെങ്കിലും അത് ശരിയാണ് എന്ന് പറഞ്ഞിട്ട് ഇതാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം തന്നെ ഷാനവാസ് പറയുന്നുണ്ട് നമുക്ക് കാണാം നിന്റെ പഞ്ചസാര ഇതൊക്കെ പോകുന്നത് കാണിച്ചു തരാം അനീഷെ, നീ എന്ത് ക്യാപ്റ്റനാണ് എന്നുള്ള രീതിയിലൊക്കെ തമാശ രീതിയിൽ തന്നെ അവിടെ പറഞ്ഞു വെക്കുന്നുണ്ട്. ഷാനവാസ് പറഞ്ഞു വെക്കുന്നുണ്ട്. അങ്ങനെ നല്ലൊരു അടി നടക്കുന്നുണ്ട്. അപ്പോൾ കിച്ചൺ ക്യാപ്റ്റനായിട്ടാണോ ഫുഡ് ഒളിച്ചു വെക്കേണ്ട കാര്യം എന്താണെന്ന് ബിന്നി പറയുന്നുണ്ട്. എന്ത് ഒളിച്ചു വെച്ചിട്ട് എന്താ കാര്യം, നിങ്ങൾ 3 മണിക്കും 4 മണിക്കൊക്കെ രാത്രി വന്നിട്ട് ഇവിടെ ചപ്പാത്തിയും കോഫിയും ഒക്കെ ഉണ്ടാക്കി വെച്ചില്ലേ, ഞങ്ങൾ ഒളിച്ചു വെച്ചെങ്കിലും നിങ്ങൾ അതൊക്കെ ഉണ്ടാക്കി കഴിച്ചില്ലേ, നിങ്ങളുടെ ഫ്രണ്ടും കൂടെ ഇല്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഫ്രണ്ടിനെ പറയരുത് പറഞ്ഞിട്ട് അക്ബറും ഷാനവാസും കൂടെ വരുന്നുണ്ട്, അത് വലിച്ചിടരുത് എന്നൊക്കെ പറഞ്ഞിട്ട് അത് നിങ്ങൾ ശ്രദ്ധിക്കാത്തത് കൊണ്ടാണെന്ന് അനീഷ് പറയുന്നുണ്ട്. അപ്പോൾ ബിന്നി പറയുന്നുണ്ട് പിന്നെ 3 മണിക്ക് ഞാൻ പഞ്ചസാര ഇതും കെട്ടിപ്പിടിച്ച് ഇവിടെ ഇരിക്കണം എന്നാണോ പറയുന്നത് എല്ലാവരും ഉറങ്ങുമ്പോൾ എന്ന് ചോദിക്കുന്നുണ്ട്. ലക്ഷ്മിയും അപ്പുറത്ത് നിന്ന് ചോദിക്കുന്നുണ്ട് പിന്നെ 3 മണിക്ക് ഞങ്ങൾ എന്ത് ചെയ്യണമായിരുന്നു, ബിന്നി നീ പോയി കിടന്നുറങ്ങിയത് ശരിയായില്ല എന്നുള്ള രീതിയിലൊക്കെ ലക്ഷ്മി അപ്പുറത്തിരുന്ന് പറയുന്നുണ്ട്. എല്ലാത്തിനും മുട്ടുന്യായം കൊണ്ട് ലക്ഷ്മി വരുമെന്ന് അനീഷ് പറയുന്നുണ്ട്. അപ്പോൾ എന്തായാലും കാണിച്ചു തരാം നിങ്ങൾക്ക് എന്നൊക്കെ പറയുന്നുണ്ട്, ബിന്നിയും ഷാനവാസൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ആ ഒരു ടോക്ക് കഴിഞ്ഞിട്ട് ബിന്നിനോട് ലക്ഷ്മി പറയുന്നുണ്ട്, ഇവർക്ക് അറിയായിരുന്നു ജിസേലിന് വെജ് ഫുഡില്ലാന്ന്. അപ്പോൾ ഇവർ രാവിലെ തന്നെ അത് ഉണ്ടാക്കി കൊടുക്കേണ്ടതായിരുന്നില്ലേ, അവരുണ്ടാക്കി കൊടുത്തില്ലല്ലോ, എന്നിട്ട് ഇപ്പോൾ ജിസേലിന് വിശക്കണമെന്ന് പറഞ്ഞപ്പോൾ ജിസേലിനെ കയറ്റി തന്നെ ഫുഡ് ഉണ്ടാക്കിച്ചു എന്ന് പറയുന്നുണ്ട്. പക്ഷേ ഒരു വെജിൻ്റെ ആൾ ഇപ്പോൾ ജിഷിനും ജിസേലും ഉള്ള സമയത്ത് ലാലേട്ടൻ പറഞ്ഞിട്ടുണ്ട് വെജിൻ്റെ ഒരാൾക്ക് കയറി കുക്ക് ചെയ്യുക വെജ് കഴിക്കണവർക്ക് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ആ ഒരു സംസാരത്തിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല. പക്ഷെ അത് ലക്ഷ്മി അവിടെ ഇടുകയാണ്. അപ്പോൾ ജിസേൽ അപ്പുറത്തുനിന്ന് പറയുന്നുണ്ട് ഞാൻ കുക്ക് ചെയ്യാമെന്ന് പറഞ്ഞിട്ടില്ല, അനുമോളോട് കുക്ക് ചെയ്ത് തരാനാണ് പറഞ്ഞത്, പക്ഷെ അനുമോൾ വരാത്തത് കൊണ്ടാണ് ഞാൻ കുക്ക് ചെയ്തത്. നിങ്ങളെല്ലാവരും നോൺ വെജ് കഴിച്ചിട്ടല്ലേ ഇരിക്കണേ, എനിക്ക് വെജ് ഒന്നും കിട്ടിയില്ലല്ലോ, അതുകൊണ്ടല്ലേ ഞാൻ കുക്ക് ചെയ്തത്, കാര്യങ്ങൾ തിരിച്ച് പറയരുത് എന്ന് ലക്ഷ്മിനോട് പറയുന്നുണ്ട്. ജിസേൽ പറയുന്നുണ്ട് ഞാൻ വെജ് ഉണ്ടാക്കിയാലും നിങ്ങൾക്കും കൂടെ കഴിക്കാലോ, അതിനും കൂടെ വേണ്ടിയിട്ടല്ലേ, നിങ്ങൾ വിശക്കണമെന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്കും കൂടിയല്ലേ ഞാൻ ഉണ്ടാക്കിയത് എന്ന് പറയുന്നുണ്ട്. പക്ഷേ ഈ ഇത് ഉണ്ടാക്കുന്ന സമയത്ത് കുറച്ച് കൂടുതൽ ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ. അപ്പോൾ അനുമോൾ കിച്ചണിൽ വന്ന് നോക്കിയിട്ട് പറയുന്നുണ്ട് ഒരാൾക്ക് എന്തിനാണ് ഇത്രത്തോളം സാധനം കൊടുത്തത്, ഇത്ര അധികം സാധനം കൊടുക്കേണ്ട ആവശ്യം എന്താണ്, ഇതൊന്നും എപ്പിസോഡിൽ കാണിച്ചിട്ടില്ല,
അനുമോള് വന്ന് പറയുന്നുണ്ട്. അപ്പോൾ പറയുന്നുണ്ട് ഒരു ഫുഡ് ഉണ്ടാക്കാൻ അത്രയും സാധനം വേണം. നമുക്കിപ്പോൾ ഇവിടെ സാധനങ്ങൾ ഉണ്ടല്ലോ, ഫാമിലി കൊണ്ടുവരുന്ന ഫുഡ് കൊണ്ടുവരുന്നതുകൊണ്ട് നമുക്ക് ഒരുപാട് സാധനങ്ങളുണ്ട്, അവരുണ്ടാക്കിക്കോട്ടെ എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ അനുമോൾ വന്ന് ചോദിച്ചിട്ട് പോകുന്നുണ്ട്. അപ്പോൾ ഈ ബിന്നി പുറകെ വരുന്നുണ്ട്, എന്ത് അനുമോൾ അറിയാതാണോ ഫുഡ് ഉണ്ടാക്കിയത് എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അനുമോൾ പറയുന്നുണ്ട് എന്നോട് പറഞ്ഞിട്ടില്ല ഫുഡ് ഉണ്ടാക്കേണ്ട കാര്യം എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ചോദിക്കുന്നുണ്ട് എന്തുകൊണ്ട് അനുമോളോട് പറഞ്ഞില്ല ഫുഡ് ഉണ്ടാക്കണം. അപ്പോൾ കിച്ചണിൽ നിൽക്കുന്നവർ പറയുന്നുണ്ട് ഞങ്ങളല്ലേ ഇവിടെ കിച്ചണിൽ നിൽക്കണം, കിച്ചൺ ക്യാപ്റ്റൻ ഉണ്ട് ഇവിടെ, ബാക്കിയുള്ളവരുണ്ട്, അനുമോൾ മാത്രം ഇല്ലാത്തതുള്ളൂ എന്ന് പറയുന്നുണ്ട് ഇല്ല അനുമോളോട് പറയണം നിങ്ങൾ ഫുഡ് ഉണ്ടാക്കുന്നത് എന്ന് പറഞ്ഞിട്ട് വീണ്ടും അവിടെ ഒരു സംസാരം ഉണ്ടാവുന്നുണ്ട്. അപ്പൊ അവര് പറയുന്നുണ്ട് നമ്മളൊക്കെ നോൺ വെജ് വയറ് നിറച്ച് കഴിച്ചിട്ടല്ലേ ഇരിക്കണം, ഒരു വെജായ ആൾക്ക് ഫുഡ് കിട്ടിയില്ല പറഞ്ഞിട്ടല്ലേ ഇപ്പൊ ഉണ്ടാക്കിയാൽ നിന്ന്, അതിന് എന്തിനാ ഇങ്ങനെ ഒരു സംസാരം ഉണ്ടാവണേ എന്നൊക്കെ അവിടെ ചോദിക്കുന്നുണ്ട്. അതിനുശേഷം പിന്നെ ലക്ഷ്മിനെ ഫുഡ് കഴിക്കാൻ വിളിക്കുന്നുണ്ട്, വന്ന് കഴിച്ചോ പറഞ്ഞിട്ട് വിളിക്കുന്നുണ്ട്. അപ്പൊ ലക്ഷ്മി പറയുന്നുണ്ട് നിങ്ങൾ ഫുഡും തുറന്നിട്ടിട്ട് അവിടെ വാക്കുവാദം നടത്തിയിട്ട് തുപ്പലം തെറിച്ച ഫുഡൊന്നും എനിക്ക് വേണ്ടാന്ന് പറയുന്നുണ്ട്. അപ്പോൾ തുപ്പലം തെറിച്ച ഫുഡ് എന്ന് പറയാന് ഇവിടെ വാക്കുവാദം നടത്തുമ്പോൾ ബിന്നി ആയാലും അനീഷ ആയാലും കിച്ചന്റെ ഇപ്പുറത്തെ ഓപ്പോസിറ്റ് സൈഡാണ് ഉണ്ടായത്. അവിടെ ഉണ്ടാക്കണ അവിടെ അക്ബറാണ് നിന്നിട്ട്, അക്ബറും ജിസയിലാണ് നിന്നിട്ട് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. സോ ലക്ഷ്മി അത് കുറച്ച് ഓവറാക്കി പറഞ്ഞ പോലെയാണ് തോന്നിയത്. ഇപ്പം നമുക്ക് എപ്പിസോഡിൽ കാണിച്ച കുറച്ച് ഭാഗത്തും അങ്ങനെ തന്നെയാണ് കാണിക്കുന്നത്. ജിസയിലും അക്ബറും ഫുഡ് ഉണ്ടാക്കുന്നു, അനീഷും ബിന്നിയും കിച്ചന്റെ ഓപ്പോസിറ്റ് സൈഡിൽ നിന്നിട്ടാണ് സംസാരിക്കുന്നത്. അതിനെയാണ് ലക്ഷ്മി പറയുന്നത് തുപ്പലം തപ്പിച്ചിട്ടാണ് ഫുഡ് അവിടെ ഉള്ളത്, ആ ഫുഡ് എനിക്ക് വേണ്ടാന്ന് പറയുന്നുണ്ട്. അപ്പോൾ അനീഷ് പറയുന്നുണ്ട് ഒരിക്കലും ഇത് നല്ല സ്വഭാവമല്ല, നിങ്ങൾക്ക് വിശക്കണമെന്ന് പറഞ്ഞിട്ടാണ് നിങ്ങൾക്കും കൂടിയുള്ള ഫുഡ് അവിടെ ഉണ്ടാക്കിയത്. എന്നിട്ട് നിങ്ങൾ നോൺ വെജ് വയറ് നിറച്ച് കഴിക്കുന്നത് ഞാൻ കണ്ടതാണ്, നിങ്ങൾ മനഃപൂർവ്വം പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു കാര്യം വിശക്കണമെന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് വന്നത്, എന്ത് വർത്താനമാണ് നിങ്ങൾ പറയണത്, ഞങ്ങൾക്കെല്ലാം മനസ്സിലാകുന്നുണ്ട് എന്നുള്ള രീതിയിലൊക്കെ അനീഷ് പറയുന്നുണ്ട്. നിങ്ങൾക്ക് അങ്ങനെ പറയാനുള്ള ഒരു ഇതുമില്ല, എല്ലാത്തിനും ഒരു മുട്ടാപ്പോക്ക് ന്യായമായിട്ടും വരും ലക്ഷ്മി, എന്ത് അന്തസ്സാണുള്ളത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പം നിവിൻ ഇപ്പുറത്ത് ഇരുന്നിട്ട് പറയുന്നുണ്ട് ശരിയാണ്, ഒരു അന്തസ്സും ഇല്ല ആഭിജാത്യവും ഇല്ലാത്ത ലക്ഷ്മിക്ക് എന്നൊക്കെ പറയുന്നുണ്ട് നിവിന്. അത് കഴിഞ്ഞിട്ട് പിന്നെ അടുത്തത് വരുന്നതാണ് സാബുമാൻ്റെ ഫാമിലി വരുന്നതാണ്. സാബുമാൻ്റെ ഫാമിലി വന്നു ടാസ്ക് കൊടുക്കുന്നുണ്ട്. ടാസ്ക് ഇതേപോലെ തന്നെ ലാലേട്ടൻ്റെ പിക്ചർ ആയിരുന്നു. പിന്നെ അടുത്ത ടാസ്ക് എന്തായിരുന്നു എന്ന് വെച്ചാൽ ടെന്നീസ് ബോൾ, ഗ്ലാസ്സിലേക്ക് ടെന്നീസ് ബോൾ ബൗൺസ് ചെയ്തിട്ട് ഇടണം 5 ഗ്ലാസ്സിലേക്ക്, അതായിരുന്നു. അത് ഏകദേശം കുറച്ചധികം ഫാസ്റ്റായിട്ട് ചെയ്യാൻ പറ്റി. അപ്പോൾ അത് ചെയ്യുന്നുണ്ട്. സാബുമോൻ്റെ അമ്മ വന്നിട്ടും സാബുമോനോട് പറയണത് എന്താണെന്ന് വെച്ചാൽ കുറച്ചുകൂടെ ആക്റ്റീവ് ആവണം, ബാക്കി എല്ലാ കാര്യങ്ങളും ഓക്കെയാണ്, മോൻ കുറച്ചുകൂടെ ആക്റ്റീവ് ആവണം എന്നുള്ള രീതിയിലാണ് പിന്നെ കാണിക്കുന്നതാണ് നിവിൻ ബിന്നിയുടെയും ന്യൂബിനും ഇരിക്കണതിൻ്റെ നടുവിൽ കയറി കിടക്കുകയാണ്. അപ്പോൾ അനുമോൾ വന്ന് പറയുന്നുണ്ട് നീ എന്താ ഈ കാണിക്കുന്നത്, അവർക്ക് ഇനി കുറച്ച് മണിക്കൂറുകൾ കൂടെ ഉള്ളൂ അടുത്തിരിക്കാനും സംസാരിക്കാനും ആയിട്ട്, നീ ഇങ്ങോട്ട് മാറിക്കൊടുക്കുക അവർക്ക് സംസാരിക്കാൻ എന്നുള്ള രീതിയിലേക്ക് പറയുന്നുണ്ട്. ഈ ബിന്നി നിവിൻ ചില അമ്മായിമ്മമാരെ പോലെ അവരുടെ നടുവിൽ കയറി ഇരിക്കുക, അവരുടെ നടുവിൽ കയറി കിടക്കുക, അവരിനെ ഒറ്റയ്ക്ക് വിടുന്നതേ ഇല്ല. അപ്പം അതുകൊണ്ടാണ് പറയുന്നത്. അപ്പം അനുമോൾ മാത്രം അനുമോൾ പറയുന്നുണ്ട് എൻ്റെ ഭർത്താവ് എങ്ങാനാണ് ഇവിടെ വന്നിരുന്നെങ്കിൽ ഒരെണ്ണത്തിനെ ഞാൻ അടുപ്പിക്കില്ലായിരുന്നു എന്നൊക്കെ. അപ്പം അതിൽ ചോദിക്കുന്നത് നീ അതിന് കല്യാണം കഴിച്ചോ, ഞങ്ങളോട് പറഞ്ഞില്ലല്ലോ എന്നുള്ള രീതിയിലൊക്കെ അതിൽ ചോദിക്കുന്നുണ്ട്. അപ്പം അനുമോൾ ഇങ്ങനെ പറയണതിൻ്റെ കൂട്ടത്തിൽ തന്നെ അക്ബർ ആയാലും ആദിലെ നൂറൊക്കെ പറയുന്നുണ്ട് മാറിക്കൊടുക്ക് നിവീനെ, നീ ഇങ്ങനെ ചെയ്യരുത് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ നിവീൻ പറയുന്നുണ്ട് നിങ്ങൾക്ക് എന്താ ഇത്ര വിഷമം എന്ന് പറയുമ്പോൾ അതിൽ പറയുന്നുണ്ട് ഞങ്ങൾക്ക് മാത്രമല്ല ആ വിഷമം അവരുടെ മുഖത്തും കാണാനുണ്ട്, ഞങ്ങൾക്ക് അത് മനസ്സിലാക്കാനുള്ള പക്വതയും കാര്യങ്ങളൊക്കെ ഉണ്ട്, നീ എന്തിനാണ് ഇങ്ങനെ കിടക്കുന്നത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പം നിവിൻ അവിടുന്ന് ന്യൂബിനോട് ചോദിക്കുന്നുണ്ട് വിഷമമുണ്ടോ ചോദിക്കുമ്പോൾ ന്യൂബിൻ വിഷമമുണ്ട് എന്ന് പറയുന്നുണ്ട്. അപ്പം ചമ്മിയില്ലേ എണീച്ച് പൊക്കോ അവിടുന്ന് എന്നുള്ള രീതിയിലൊക്കെ സംസാരിക്കുന്നുണ്ട്. അതിനുശേഷം പിന്നെ നമ്മുടെ സാബുമാൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന ഫുഡ് ബോളിയും പിന്നെന്താ ഉണ്ണിയപ്പമാണ് കൊണ്ടുവന്നത്, അതെല്ലാവർക്കും ഈക്വലായിട്ട് ഇതാക്കി കൊടുക്കുന്നതൊക്കെയാണ് കാണിക്കുന്നത്. അതിനുശേഷം പിന്നെ അപ്പോൾ അവർ പോകാനുള്ള സമയമായി, അവർ പോയി. അതിനുശേഷം പിന്നെ ഓണിയൽ, ജിസൈൽ, അക്ബർ, ഷാനവാസ് എല്ലാവരും ഇരുന്നിട്ട് സംസാരിക്കുന്നുണ്ട്. ഓണിയൽ പറയുന്നുണ്ട് ആര്യനാണെങ്കിലേ എന്ന് പറയുമ്പോഴത്തേനും ജിസൈൽ പറയുന്നുണ്ട് കോമൺ സെൻസ് ഇല്ല ആര്യന്, ഒരു കോമൺ സെൻസും ഇല്ല ആര്യന് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഓണിയൽ പറയുന്നുണ്ട് വെറും വളിച്ച കോമഡിയാണ് അവൻ പറയുന്നത്, വളിച്ചത് എന്ന് പറഞ്ഞാലും പോരാ, അമ്മാതിരി വളിച്ച കോമഡികളാണ് പറയുന്നത്. ബിഗ് ബോസ് സീസൺ 7 ഏറ്റവും കൂടുതൽ വളിച്ച തമാശ പറയുന്നത് ലക്ഷ്മിയാണ്. അതുകൊണ്ട് തന്നെയാണ് അവനിപ്പോൾ അവളുടെ കൂടെ കൂടിയേക്കണത്, വെറും വളിച്ച തമാശകൾ പറയാൻ എന്നൊക്കെ പറയുന്നുണ്ട്. ജിസേൽ പറയുന്നുണ്ട് അതുകൊണ്ടാണ് എന്നോട് അവൾ മിണ്ടാത്തത്, വന്ന സമയത്തൊക്കെ നല്ല ഫ്രണ്ടായിരുന്നു, നല്ല രീതിയിലൊക്കെ സംസാരിക്കുമായിരുന്നു, പക്ഷെ ഇപ്പോൾ എൻ്റെ അടുത്ത് സംസാരിക്കുന്നില്ല. അവനാണെങ്കിലോ ആ ഒരു ട്രാക്കിൽ തന്നെ പോയി പെട്ടിട്ടുണ്ട്,
ആര്യന് പറയുന്നുണ്ട് ഒരു മണ്ടനാണ് അവൻ മണ്ടനായിട്ടാണ് ആ ട്രാക്കിൽ പോയി പെട്ടത്, ആ ട്രാക്ക് ഫോളോ ചെയ്യുന്നത് എന്നുള്ള രീതിയിലൊക്കെ ജിസേൽ പറയുന്നുണ്ട്. അപ്പോൾ അക്ബർ പറയുന്നുണ്ട്, ഞാൻ കരുതി നിങ്ങൾ ബെസ്റ്റ് ഫ്രണ്ടിനേക്കാളും കൂടുതൽ എന്തോ ഒരു ഇതുണ്ട്, ഒരു പൊസസീവ്നെസ്സും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്, ഒരു ലവ് ട്രാക്കിലേക്കാണ് നിങ്ങൾ പോകുന്നത് എന്നൊക്കെ നിങ്ങൾ കരുതി. എന്നിട്ട് ഇപ്പോൾ ജിസേൽ നീ എന്താ പറയുന്നത്, അവനെ മണ്ടൻ എന്നാണോ പറയുന്നത് എന്ന് ചോദിക്കുന്നുണ്ട്. ഓനിയലും ജിസേലും പറയുന്നുണ്ട് ലക്ഷ്മി ആയിട്ട് അവൻ പശ പോലെ ഒട്ടുകയാണ്, ആ പെണ്ണുമ്പിള്ളയാണെങ്കിൽ നിവീൻ, ആര്യൻ അങ്ങനെയുള്ളവരുടെ അടുത്താണോ ഒട്ടുന്നുള്ളൂ എന്നുള്ള രീതിയിലേക്ക് ഇവർ രണ്ടുപേരും പറയുന്നുണ്ട്. അതിനുശേഷം ജിസേൽ പറയുന്നുണ്ട് നിവീൻ ആണെങ്കിൽ സച്ച് എ സ്വീറ്റ് പേഴ്സൺ എന്നൊക്കെയെന്ന് പറയുമ്പോൾ അക്ബർ സ്വീറ്റ് പേഴ്സണോ നിവീൻ എന്ന് ചോദിക്കുമ്പോൾ ഞാനല്ല അവളാണ് അത് പറയുന്നത്, ലക്ഷ്മിനെ പറയാണ് ജിസേൽ, ലക്ഷ്മി അങ്ങനെയാണ് പറയുന്നത്, അവരോട് മാത്രമാണ് ഒട്ടുന്നത് എന്നുള്ള രീതിയിലൊക്കെ പറയുന്നതാണ് കാണിക്കുന്നത്. അപ്പോൾ ഷാനവാസ് പറയുന്നുണ്ട് നിവീൻ ഇപ്പോൾ നോക്കിയേ ആ ബിന്നിയുടെയും ന്യൂബിൻ്റെയും നടുവിൽ കയറി കിടക്കുന്നത്, എന്തൊരു ഇറിറ്റേഷനാണ്, എന്തൊരു അരോചകമായ കാര്യമാണ് ആ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നൊക്കെ ഷാനവാസും ഊനിയലും പറയുന്നുണ്ട്. അതിനുശേഷം പിന്നെ ബെഡ്റൂമിൽ ആദിലയും നൂറയും വന്നിട്ട് കിടന്നിട്ട് സംസാരിക്കുന്നതാണ് കാണിക്കുന്നത്. നമ്മുടെ ഫാമിലി ഒന്നും വരാൻ പറ്റിയില്ലെങ്കിലും മറ്റുള്ളവരുടെ ഫാമിലി വരുന്നത് കാണുമ്പോൾ നമ്മൾക്കൊരു സന്തോഷം. അപ്പോൾ സാബുമാൻ്റെ ഫാമിലി ആണെങ്കിലും വന്നിട്ട് അമ്മ വീട്ടിലേക്ക് വരണം കേട്ടോ എന്നൊക്കെ വിളിച്ചിട്ടാണ് പോയേക്കണേ എന്നൊക്കെ അവർ തമ്മിൽ സംസാരിക്കുന്നതാണ് കാണിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ അടുത്തായി കാണിക്കുന്നതാണ് ആര്യനും ജിസേലും തമ്മിൽ. ആര്യൻ വന്ന് വിളിക്കുന്നതാണ്, ഗാന ഫുഡ് കഴിക്കാൻ വാന്ന് പറയുന്നുണ്ട് ആര്യൻ. അപ്പോൾ ജിസേൽ പറയുന്നുണ്ട് നീ പോയി കഴിച്ചോ, എനിക്കിപ്പോൾ താല്പര്യമില്ല നിൻ്റെ കൂടെ ഇരുന്ന് ഫുഡ് കഴിക്കാൻ എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട്. അപ്പോൾ ആര്യൻ ചോദിക്കുന്നുണ്ട് സഡൻലി ക്യാ ഹോ ഗയ, പെട്ടെന്ന് എന്താ സംഭവിച്ചത് എന്നുള്ള രീതിയിൽ ചോദിക്കുന്നുണ്ട്. എന്നിട്ട് എന്തൊക്കെ അവർ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ നീ എന്നോട് സംസാരിക്കാൻ എനിക്കൊന്ന് ലക്ഷ്മിയുടെ അടുത്ത് പോയിരുന്ന് സംസാരിക്കുന്നതൊന്നും ജിസേലിന് ഇഷ്ടമല്ലാണ്ടായിരിക്കും, അവളുടെ കൂടെ പോയി ഇരുന്ന് ഇതാക്കില്ല എന്നുള്ള രീതിയിലൊക്കെ സംസാരിക്കുന്നത് ജിസേൽ. നീ എന്നോട് ഇങ്ങനെ പറയാൻ നിൻ്റെ ഗേൾ ഫ്രണ്ടൊന്നും അല്ല ഞാൻ എന്നൊക്കെ ജിസേൽ പറയുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ അടുത്തതായി കാണിക്കുന്നതാണ് ഫുഡ് ഫൈറ്റ്. അതായത് രാത്രി മട്ടൻ ബിരിയാണിയിൽ മട്ടൻ പീസൊക്കെ എടുത്തുകൊണ്ട് പോണ ഫൈറ്റാണ് കാണിക്കുന്നത്. എന്താ നടന്നതെന്ന് വെച്ചാൽ ഇപ്പോൾ അനുമോളാണല്ലോ എന്ത് ഫുഡ് വന്നാലും, ഇപ്പോൾ ഫാമിലി ആയാലും എന്ത് ഫുഡ് കൊണ്ടുവന്നാലും അനുമോളാണ് ഈക്വലായിട്ട് ഇത് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അനുമോളാണ് എപ്പോഴും ചെയ്യുന്നത്. ഇപ്പോൾ ഇന്നലെ മിന്നാന്ന് ഷാനവാസിൻ്റെ അനീഷിൻ്റെയും ഫാമിലി വന്നപ്പോൾ ഷാനവാസിൻ്റെ ഫാമിലി ഒരുപാട് സാധനങ്ങൾ, ചട്ടിപ്പത്തിരി അതുപോലത്തെ ഒരുപാട് സാധനങ്ങൾ, അപ്പോൾ അത് കട്ട് ചെയ്യുന്ന സാധനങ്ങളാണല്ലോ. അപ്പം ഇത് കട്ട് ചെയ്യാൻ ഓനിയൽ കൊണ്ടുവന്ന കത്തി പെട്ടെന്ന് കയ്യിൽ നിന്ന് മേടിച്ചിട്ട് അനുമോള് കട്ട് ചെയ്യുന്നുണ്ട്. അപ്പം ചോദിക്കുന്നുണ്ട് അവർ, ഞാൻ കട്ട് ചെയ്യാൻ പറയുന്നുണ്ട്. ഇപ്പുറത്ത് നിന്ന് എല്ലാവരും പറയുന്നുണ്ട് ഓനിയലിൻ്റെ അടുത്ത് കൊടുക്കുക, അത് കറക്റ്റായി ഓനിയൽ കട്ട് അനുമോൾ കൊടുക്കുന്നില്ല, അനുമോൾ തന്നെ. അപ്പോൾ അനുമോൾക്ക് ആ ഒരു വാശി, ഞാൻ തന്നെ ഈക്വലായിട്ട് എല്ലാവർക്കും കൊടുക്കണം എന്നുള്ളൊരു വാശിയുണ്ട്. അത് നമ്മൾ കാണുന്നുണ്ട്, ലൈവിൽ കാണുന്നുണ്ട്. എപ്പിസോഡ് കാണുന്നതിലൊന്നും കാണുന്നില്ല, പക്ഷെ ലൈവിൽ അത് കാണുന്നുണ്ട്. അപ്പം അതുപോലെ ഈ ബിരിയാണി ചൂടാക്കാൻ ഓണിലേക്ക് വരികയാണ്. അപ്പോൾ ഷാനവാസ് പിറകെ വരുന്നത് എല്ലാവർക്കും ഈക്വലായിട്ട് പങ്കുവെക്കണം കേട്ടോ, മര്യാദക്ക് പങ്കുവെക്കണം എന്നുള്ള രീതിയിൽ ഷാനവാസ് പറയുന്നുണ്ട്. അപ്പോൾ അനുമോള് പറയുന്നുണ്ട് എൻ്റെ മാമനും അമ്മായും ഒന്നല്ലല്ലോ ഇവിടെ ഉള്ളത്, ഞാൻ എല്ലാവർക്കും ഒരുപോലെ തന്നെയാണ് കൊടുക്കുകയുള്ളൂ എന്നുള്ള രീതിയിലൊക്കെ അനുമോളും പറയുന്നുണ്ട്. എന്നിട്ട് ഇത് പങ്കുവെക്കണ സമയത്താണ് ഈ പീസൊക്കെ എടുത്തിട്ട് പോണ്. ആര്യനാണ് ഫസ്റ്റ് എടുത്തത്. എന്നിട്ട് ആര്യൻ പറയുന്നത് ഞാൻ ഇത് പീസ് മാറ്റിയെടുത്താണ് പറയുന്നുണ്ട്. പക്ഷെ അല്ല, ആര്യനാണ് എടുത്തിട്ട് പോകുന്നത്. അതിനുശേഷം ഷാനവാസ് എടുത്തിട്ട് പോകുന്നുണ്ട് ഈ എല്ലാവർക്കും ഈക്വലായിട്ട് കൊടുക്കുന്നതിൻ്റെ ഇടയിൽ. അപ്പോൾ എല്ലാവർക്കും വിളമ്പി വെച്ച് മാറ്റി വെച്ച പ്ലേറ്റുകളിൽ നിന്നാണ് ഈ എടുത്തിട്ട് പോകുന്നത്. അപ്പോൾ അവർ പറയുന്നുണ്ട് ഒരാൾക്ക് വിളമ്പി വെച്ചതിൽ കൈയിട്ട് വാരില്ല, ഇതെന്ത് മോശം പരിപാടിയാണെന്ന് അക്ബർ ആയാലും അനീഷ് ആയാലും ചോദിക്കുന്നുണ്ട്. അനീഷിനോട് തട്ടിക്കയറുന്നുണ്ട് ഷാനവാസ്, നീ എന്ത് ക്യാപ്റ്റനാണ്, കിച്ചൺ ക്യാപ്റ്റന്, നിന്നെ കൊണ്ട് ഒന്നിനും ആവില്ല എന്നുള്ള രീതിയിലൊക്കെ. ഷാനവാസാണ് അവിടെ ഇഷ്യൂ ഉണ്ടാവാൻ പ്രധാന കാരണം. ഷാനവാസ് മനഃപൂർവ്വം ഉണ്ടാക്കിയ ഇഷ്യൂ ആണ് അത്. കുറച്ചൊക്കെ ഇപ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ അനുമോൾ അവിടെ നിന്ന് പിണങ്ങി പോകുന്നുണ്ട്. എന്നിട്ട് അപ്പുറത്ത് പോയിരുന്ന് ഷാനവാസിനെ പ്രാകുന്നുണ്ട്. ഒരു നേരം ഫുഡ് പോലും കിട്ടാണ്ട്, ഒരു നേരം ഒരു ദിവസം പോലും ഫുഡ് കിട്ടാണ്ടിരിക്കണം, അപ്പോഴേ ഫുഡിൻ്റെ വില അറിയത്തുള്ളൂ എന്നുള്ള രീതിയിലൊക്കെ അനുമോളും പറയുന്നുണ്ട്. അത്രയൊന്നും പറയേണ്ട ആവശ്യമൊന്നും ഉണ്ടായിരുന്നില്ല. സോ അത് മനഃപൂർവ്വം അവിടെ ഷാനവാസ് ഉണ്ടാക്കിയ പ്രശ്നമാണ്. അത് ലൈവ് കണ്ടവർക്ക് അറിയാൻ പറ്റും. അപ്പോൾ ഈ അനുമോള് പിണങ്ങിയിട്ട് ബെഡ്റൂമിലേക്ക് പോകുമ്പോൾ ആദിലായാലും നൂറ ബിന്നി അവരൊക്കെ വരുന്നുണ്ട്. ബിന്നി പറയുന്നുണ്ട് എന്തുകൊണ്ടാണ് നിന്നോട് മാത്രം ഇവരിങ്ങനെ ചെയ്യണമെന്ന് വെച്ചാൽ നീ അത്രത്തോളം സ്പേസ് അവർക്ക് കൊടുക്കുമ്പോഴാണ്. ഇപ്പം ഞാനൊക്കെ വിളമ്പിടുന്ന സമയത്ത് ആരുടെയും കയറ്റ് വരാനൊന്നും വരുന്നില്ലല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. അനുമോൾ പറയുന്നുണ്ട് ഒരാൾക്ക് വിളമ്പി വെച്ച ഫുഡാണ് അവർ കയറ്റ് വരണം, എന്ത് മോശം കാര്യമാണ് അയാൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് ഒരുപാട് പറയുന്നുണ്ട് ഭക്ഷണത്തിന് റെസ്പെക്റ്റ് കൊടുക്കുന്നില്ല, എല്ലാവർക്കും കഴിക്കാനുള്ള ഭക്ഷണമല്ല എല്ലാവരും കഴിക്കണ്ടേ, ഒരാളുടെ
വയറ് മാത്രം നിറച്ചാൽ മതിയോ, എല്ലാവരും കഴിക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം, എല്ലാവരുടെ വയറ് നിറഞ്ഞാൽ മതി എന്നുള്ള രീതിയിലൊക്കെ അനുമോൾ ഇങ്ങനെ പറഞ്ഞ് കയറി കയറി പോവുകയാണ്. അപ്പോൾ അതിൽ പറയേണ്ടതെടുത്ത് മതി, നീ ഇത്തിരി ഓവർ ആവുന്നുണ്ട്, നീ ഒരു കാര്യം ചെയ്യും വന്ന് ഫുഡ്, എനിക്ക് വേണ്ട ഫുഡ് എന്നൊക്കെ അനുമോൾ പറയുന്നുണ്ട്. അപ്പം ഇപ്പുറത്ത് ടേബിളിൽ ഇരുന്നിട്ട് വഴക്കാണ്, ഞാനല്ല ആദ്യം എടുത്തത്, ഷാനവാസ് അല്ല എടുത്തത്, ആര്യനാണ് എടുത്തത് എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞ് ഷാനവാസിന്റെ തെറ്റ് അങ്ങോട്ട് മറപ്പിക്കാനുള്ള ഇത് മാനിപ്പുലേഷൻ അവിടെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അവൻ എടുത്തുകൊണ്ടല്ലേ ഞാൻ എടുത്തത്. പക്ഷെ ഫസ്റ്റ് ആര്യനാണ് എടുത്തെങ്കിലും ഇപ്പോൾ ഷാനവാസാണ് എടുക്കാൻ പോണ പോലെ ഇതാക്കണ പോലെയൊക്കെ അവിടെ ഇത് കാണിച്ചുകൊണ്ടിരുന്നതൊക്കെ, അതൊക്കെ കണ്ടിട്ട് ആര്യനെ എടുത്തിട്ട് അതിനുശേഷമാണ് ഷാനവാസ് എടുത്തത്. അപ്പോൾ ഓനിയൽ പറയുന്നുണ്ട്, അരക്കള്ളനായാലും മുക്കാക്കള്ളനായാലും ചെയ്ത കാര്യം തെറ്റല്ലേ, കള്ളൻ തന്നെ അല്ലേ, അതിനൊരുപാട് ന്യായീകരിക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഷാനവാസ് പറയുന്നത് ഞാനല്ല, ആര്യനാണ് ഫസ്റ്റ് എടുത്തത്, അതിനുശേഷമാണ് ആര്യൻ എടുത്തിട്ട് പോയതിനു ശേഷമാണ് ഞാൻ എടുത്തതെന്നും ഷാനവാസ് അവിടെ പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. അപ്പം അനീഷ് പറയുന്നത് ഷാനവാസ് തന്നെയാണ്, നീ തന്നെയാണ് ഫസ്റ്റ് എടുത്തത്, നീ തന്നെയാണ് പ്രശ്നം ഉണ്ടാക്കിയത് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഷാനവാസ് പറയുന്നത് അനീഷ്, നീ പ്രേക്ഷകരെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലാണ് ഗെയിം കളിക്കുന്നത്, നിന്റെ ഗെയിം എൻ്റെ അടുത്ത് കൊണ്ടുവരണ്ട, എത്ര തന്നെ തെറ്റിന് നീ ശരിയെന്ന് പറഞ്ഞാലും തെറ്റ് തന്നെയാണ്, മാനിപ്പുലേഷൻ ചെയ്യേണ്ട. അതായത് ഷാനവാസിൻ്റെ കയ്യിലെല്ലാം തെറ്റ്, അവരൊക്കെയാണ് തെറ്റുകാർ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഷാനവാസ്. അപ്പോൾ അനുമോളിനെയാണ് പിന്നെ ബെഡ്റൂമിൽ അനുമോളിനെയാണ് കാണിക്കുന്നത്. അനുമോൾ പറയുന്നുണ്ട് എനിക്ക് ഫുഡ് വേണ്ട, ഫുഡിൻ്റെ മുന്നിലിരുന്ന് ഇങ്ങനെ വഴക്കുണ്ടാണ്ട, എങ്ങനെയാണ് ഫുഡ് കഴിക്കുക, ഒരു ഭക്ഷണത്തിൻ്റെ വില അവർക്ക് അറിയില്ല. അപ്പം നേരത്തെ പറഞ്ഞല്ലോ, ഒരു നേരം പോലും അയാൾക്ക് ഫുഡ് കിട്ടാണ്ടിരിക്കണം, ഒരു നേരമല്ല ഒരു ദിവസം പോലും അയാൾക്ക് ഫുഡ് കിട്ടാണ്ടിരിക്കണം, അപ്പോഴാണ് അയാൾക്ക് പട്ടിണിയുടെ വില അറിയത്തുള്ളൂ, ഭക്ഷണത്തിൻ്റെ വില അറിയത്തുള്ളൂ. ഭക്ഷണത്തിൻ്റെ മുമ്പിൽ ഇരുന്നിട്ട് ഇങ്ങനെ ഒച്ചയും ബഹളമൊന്നും ഇടാൻ പാടില്ല, അതൊക്കെ വില അറിയണം എന്നുള്ള രീതിയിലൊക്കെ പറയുന്നുണ്ട്, ഒരുപാട് പറയുന്നുണ്ട്. അപ്പം ന്യൂറ പറയുന്നുണ്ട് അങ്ങനെയൊന്നും പറയല്ലേ എന്നൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് പിന്നെ അടുത്ത് വീണ്ടും കാണിക്കുന്നത് ടേബിളിലാണ് ഈ വഴക്കുണ്ടാക്കുന്നതാണ്. ഷാനവാസ് പറയുന്നത് നീ എന്ത് കിച്ചൺ ക്യാപ്റ്റൻ ആണ്, നിന്നോട് അപ്പോഴേ പറഞ്ഞതല്ലേ എല്ലാവർക്കും വിളമ്പതിന് ശേഷം, മീറ്റും എല്ലാവർക്കും വിളമ്പതിന് ശേഷം എല്ലാവരെയും വിളിച്ചാൽ മതിയെന്ന്, അങ്ങനെ വിളിച്ചാണെങ്കിൽ ഇപ്പം ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവുമോ, നീ ക്യാപ്റ്റൻ നീ കൊള്ളൂല, ഇനിയിപ്പോൾ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ടെങ്കിലും ക്യാപ്റ്റൻ്റെ മുന്നിൽ വെച്ചിട്ടാണ് ചെയ്തത്, ആരാ ഫസ്റ്റ് എടുത്തതെന്ന് ക്യാപ്റ്റനോട് ചോദിക്കുക. അപ്പോൾ ആര്യനാണ് എടുത്തതെന്ന് പറയുന്നുണ്ട്, ആര്യൻ എടുത്താലും ബിന്നി പറയുന്നുണ്ട്, ആര്യൻ എടുത്താലും നിങ്ങൾ എടുത്താലും രണ്ടുപേരും ചെയ്തത് തെറ്റാണ്, നിങ്ങൾ രണ്ടുപേരാണ് പ്രശ്നം ഉണ്ടാക്കുന്നത് എന്നൊക്കെ പറയുന്നുണ്ട്. അനീഷിനോട് ഷാനവാസ് പറയുന്നുണ്ട് നീ എന്ത് ക്യാപ്റ്റനായിട്ട് എന്താ കാര്യം എന്നുള്ള രീതിയിലൊക്കെ അനീഷിന് ഒരുപാട് പറയുന്നുണ്ട്. അനീഷ് ചോദിക്കുന്നുണ്ട് നിനക്ക് എങ്ങനെ ഇതിങ്ങനെ എല്ലാവരുടെയും ഇത് കേട്ടിട്ട് ഇങ്ങനെ കഴിക്കാൻ തോന്നുന്നു എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ആ സമയം ഫുഡ് കഴിച്ച് കഴിയാനായിരിക്കണം. അപ്പോൾ ഷാനവാസ് ആ ഫുഡ് തട്ടി മാറ്റിയിട്ട് എണീച്ച് പോയിക്കൊണ്ട് നീ കഴിക്കണം, നീ പോടാന്ന് പറഞ്ഞിട്ട് എണീച്ച് പോകുന്നുണ്ട്. അതിനുശേഷം പിന്നെ കാണിക്കുന്നത് ഊണിയലും ആര്യനും തമ്മിലുള്ള ഡിസ്കഷനല്ല, ഒരു വാക്കുതർക്കം എന്ന് പറയാം. എന്താന്ന് വെച്ചാൽ നീ ചെയ്തത് നിന്റെ പ്രായം ഒന്ന് വെച്ചോ, പോണിയൽ പറയണ ആര്യനോട് നീ ചെയ്ത് നിന്റെ പ്രായം, പക്ഷെ ഇത്രയും പ്രായവും പക്വതയും ഉള്ള ഒരാൾ ഇങ്ങനെ ചെയ്യാൻ പാടോ, മറ്റുള്ളവർക്കും ഫുഡ് കഴിക്കണ്ടല്ലേ, ഫുഡ് കഴിക്കണ ഇടത്തെങ്കിലും ഒരു സമാധാനം തരണ്ടേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ആര്യനോട്. അപ്പോൾ ഫസ്റ്റ് എടുത്തത് നീയാണോ അയാളാണോ എന്നൊന്നും ഞങ്ങൾക്ക് അറിയേണ്ട കാര്യമല്ല, തെറ്റ് തന്നെയാണ് ചെയ്തത്, തെണ്ടിത്തരം തന്നെയാണെന്നൊക്കെ ഓനിയൽ പറയുന്നുണ്ട്. അപ്പോൾ ആര്യം പറയുന്നുണ്ട് ഞാനത് അക്സെപ്റ്റ് ചെയ്യുന്നു, ഞാൻ ചെയ്തത് തെറ്റാണെന്ന് ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈ ഭക്ഷണം കഴിക്കുന്നതിൻ്റെ ഇടയിൽ ഷാനവാസ് പറയുന്നുണ്ട് ഇപ്പോൾ എന്ത് ഭക്ഷണം വന്നാലും അവളുടെ കയ്യിൽ നമ്മൾ പാത്രവും നീട്ടിയിട്ട് കെഞ്ചി നിൽക്കണം എന്നാണ് അവളുടെ ആഗ്രഹം, അങ്ങനെയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നതൊക്കെ അനുമോളിനെയും ഷാനവാസ് പറയുന്നുണ്ട്. അപ്പോൾ ആരും പറയുന്ന തെറ്റാണ് ഞാൻ ചെയ്തത്, ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നു, അതിലും വലിയ തെണ്ടിത്തരങ്ങൾ ഇവിടെ ചെയ്യണവരില്ലേ എന്നൊക്കെ ഓനിയലിനോട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അപ്പുറത്തുനിന്ന് നിവിൻ, ഇതൊക്കെ അപ്പുറത്തും ഇപ്പുറത്തും നടക്കുന്ന കാര്യമാണ്, അപ്പുറത്തുനിന്ന് നിവിൻ ഷാനവാസ് സാബുമാനൊക്കെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ നിവിൻ പറയുന്നുണ്ട് അങ്ങനെ അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യേ, ഇപ്പോൾ ഷാനവാസ്ക്ക് അക്സെപ്റ്റ് ചെയ്തില്ലേ അതുപോലെ എന്തും ചെയ്തിട്ട് അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്താൽ മതിയെന്ന് നിവിൻ പറയുന്നുണ്ട്. അപ്പോൾ ഷാനവാസ് ചോദിക്കുന്നുണ്ട് ഞാൻ എപ്പോൾ അക്സെപ്റ്റ് ചെയ്തു, ഞാൻ അക്സെപ്റ്റ് ചെയ്തിട്ടില്ലല്ലോ, എല്ലാവരുടെ മുമ്പിൽ വെച്ചും എല്ലാവരും കണ്ട് ചെയ്ത ഒരു കാര്യം ഞാൻ എന്തിനു അക്സെപ്റ്റ് ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നിവിൻ പറയുന്നുണ്ട് അക്സെപ്റ്റ് ചെയ്തില്ലേ, ഇല്ല എനിക്ക് എന്താ ആവശ്യം, ഏറ്റവും വലിയ എല്ലാം മോഷ്ടിച്ച് കഴിക്കണം നീയാണോ ഇപ്പോൾ ഇത് പറയണമെന്ന് ചോദിക്കുമ്പോൾ ഞാൻ എപ്പോൾ മോഷ്ടിച്ചു എന്ന് നിവിൻ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഷാനവാസ് ചോദിക്കുന്നുണ്ട് നീ എപ്പോഴാണ് മോഷ്ടിക്കാത്തത് എന്ന് ചോദിക്കുന്നുണ്ട്, അതൊരു വാല്യുബിളായ കാര്യമാണെന്ന് നിവിൻ പറയുന്നുണ്ട്. അതിനുശേഷം പിന്നെ ഷാനവാസ് വീണ്ടും പറയുന്നുണ്ട് ഇപ്പം അക്ബറിൻ്റെ വായി തുറക്കില്ല, ഇപ്പം വായിത്തെ നാക്ക് അക്ബറിൻ്റെ ഉള്ളിൽ പോകും, കാരണം എന്താണെന്ന് വെച്ചാൽ ഓപ്പോസിറ്റ് ഇരിക്കുന്നത് ആര്യനാണ്, അതുകൊണ്ട് അക്ബറിനൊന്നും പറയാനുമില്ല ചോദിക്കാനുമില്ല, സെലക്റ്റീവായ പീപ്പിളോട് മാത്രമുള്ള ഒരു കഴുകനാണ് അവൻ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അപ്പുറത്ത് ഇരുന്നിട്ട് നിവിൻ പറയുന്നുണ്ട് ആ ഒരു ശവന്തീനിയാണ് എന്നൊക്കെ പറയുന്നുണ്ട്. അതിനുശേഷം പിന്നെ ഓനിയലിനെ തന്നെയാണ് വീണ്ടും കാണിക്കുന്നത്, ഓനിയലും ആര്യനും തമ്മിലുള്ള വഴക്ക് തന്നെയാണ് കാണിക്കുന്നത്. ക്യാപ്റ്റൻസി ടാസ്കിൽ എന്താണെന്നും കൂടെ നീ മനസ്സിലാക്കാണ്ട് നീ ഒരു മണ്ടനായതുകൊണ്ട് അതെല്ലാം
അല്ലേ അവള് ജയിച്ചത്, മീൻസ് ബിന്നി ജയിച്ചത് ക്യാപ്റ്റൻസി ടാസ്കിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. ഒരു ടാസ്ക് തന്നാൽ പോലും അത് മര്യാദക്ക് എന്താണെന്ന് നോക്കാൻ നിനക്ക് പറ്റുന്നില്ല. നീ ഗെയിം കളിച്ചിരുന്നു, ആദ്യത്തെ 2 ആഴ്ച നീ എന്തോ ചെയ്തു, ഗെയിം കളിച്ചു. പിന്നെയുള്ള ആഴ്ചകളിൽ എന്താണ് നിന്റെ ഗെയിം, നീ എന്ത് ഗെയിമാണ് ഇപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്നത്, നീ ഏത് ട്രാക്കിലാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ള രീതിയിലൊക്കെ ഓണിയൽ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അക്ബർ പറയുന്നുണ്ട് ആ വിഷയം ഇനി ഇവിടെ പറയണ്ട, അതിനെക്കുറിച്ച് ഇപ്പോൾ ഇത്ര നേരം നിങ്ങൾ പറഞ്ഞു, ഇതിനെക്കുറിച്ച് ഇനി ഇവിടെ സംസാരിക്കേണ്ട എന്ന് പറയുന്നുണ്ട്. അപ്പം നിവിൻ ആര്യൻ മിണ്ടാതിരിക്കുന്നുണ്ട്. അപ്പോൾ ഓനിയൽ ചോദിക്കുന്നുണ്ട് എന്തേ നിന്റെ വായത്ത് നാക്കി ഇറങ്ങിപ്പോയാ, നിന്റെ മിണ്ടാട്ടം മുട്ടിപ്പോയാ എന്നുള്ള രീതിയിലൊക്കെ ഓണിയൽ ചോദിക്കുന്നുണ്ട്. അപ്പോൾ വീണ്ടും പറയുന്നുണ്ട് വേണ്ട, ആവശ്യം വിട്ടേക്ക്, ആവശ്യത്തിനെ കുറിച്ച് സംസാരിക്കേണ്ട പറയുന്നുണ്ട്. അപ്പോൾ ഷാനവാസും ഓണിയലും പറയേണ്ടത് എന്തേ ചില ആൾക്കാരോട് മാത്രം നിനക്ക് സമാധാനം, ചില ആൾക്കാരോട് ചില കാര്യങ്ങൾ ചോദിക്കുമ്പോൾ മാത്രം നിനക്ക് സമാധാനം അല്ലേ, സെലക്റ്റീവ് പീപ്പിൾസിനോട് കാണിക്കുന്ന മാത്രം ഫേവറേറ്റീസവും എല്ലാം ഞങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്. അവരെന്തെങ്കിലും ചെയ്യണ്ടെങ്കിൽ അതിൻ്റെ കൂട്ട് നിൽക്കുന്നത് നീയാണ്, നിനക്ക് അവരോട് മാത്രം അവരുടെ കാര്യം പറയുമ്പോൾ മാത്രം നിനക്ക് സമാധാനം വേണമല്ലേ, നീ ഒരുപാട് നന്മ മരമൊന്നും കളിക്കണ്ട എന്ന് പറഞ്ഞിട്ട് ഷാനവാസും ഓനിയലും അങ്ങോട്ട് കയറി പോകുന്നുണ്ട് അക്ബറിൻ്റെ ഇടയ്ക്ക്. അപ്പം അക്ബർ പറഞ്ഞു ഞാൻ ആദ്യം പറയുന്നത് തീർക്കാൻ നിങ്ങളെ സമ്മതിക്കുക എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അവർ വിടുന്നില്ല, പറഞ്ഞുകൊണ്ടേ ഇരിക്കണം. അപ്പം അനീഷ് ഇപ്പുറത്ത് എന്ന് പറയുന്നത് ബിഗ് ബോസ് ഇനി ഇങ്ങോട്ട് ഒരു ഫുഡും കൊടുത്തയക്കണ്ട, ഏത് ഗസ്റ്റ് വന്നാലും ഫാമിലി വന്നാലും ഒരു മിഠായി പോലും ഇങ്ങോട്ട് കൊടുത്തയക്കണ്ട, അതിൻ്റെ പേരിലാണ് ഇപ്പോൾ ഇത്രയും ബഹളം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് എന്നൊക്കെ അപ്പുറത്ത് നിന്നിട്ട് അനീഷ് വിളിച്ചു പറയുന്നുണ്ട്. അതിന് ശേഷം പിന്നെ ഷാനവാസ് വീണ്ടും പറയുന്നുണ്ട് നമ്മളൊക്കെ വയസ്സായവർ, നമ്മൾ അങ്ങനെ ചെയ്യാൻ പാടില്ല, പക്ഷെ അവൻ കുട്ടി ആയതുകൊണ്ട് അവനക്ക് എന്തും ചെയ്യാം, അതുകൊണ്ട് അവൻ ചെയ്തത് തെറ്റല്ല എന്ന് കാണിക്കുന്ന അങ്ങനെ ചില തമ്പുരാട്ടിമാരുണ്ട് ഇവിടെ. അതൊരു തരം ഒരു ട്രാക്കാണ്, പുതിയൊരു ട്രാക്ക് പിടിച്ചിട്ടാണ് ഓരോരുത്തരും പോകുന്നത് എന്നുള്ള രീതിയിലൊക്കെ പറയുന്നുണ്ട്. ലക്ഷ്മിനെയാണ് പറയുന്നത്. പിന്നെന്താ കാണിക്കുന്നത് വെച്ചാൽ അനുമോളും നിവീനും കൂടെ ഫുഡ് കഴിക്കുകയാണ്. അപ്പോൾ അനുമോളുടെ പ്ലേറ്റിൽ നിന്നിട്ട് നിവീന് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് നിവീൻ പറയുന്നുണ്ട് മട്ടൻ ഇത്തിരി മുട്ട, എനിക്ക് എന്താണെന്ന് വെച്ചാൽ പഴയ പോലെ ആ ഒരു കോമഡി പോളൊന്നും എനിക്കിപ്പോൾ കിട്ടുന്നില്ല, എന്താണെന്ന് അറിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അനുമോളുടെ പ്ലേറ്റിൽ നിന്ന് ഫുഡ് എടുത്ത് കഴിക്കുന്നതാണ് കാണിക്കുന്നത്. അപ്പോൾ ഷാനവാസ് ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട്. ഷാനവാസ് നോക്കി നിൽക്കുമ്പോൾ ആ നിവിൻ ഇങ്ങനെ എണീച്ചിട്ട് പറയുന്നത് അത് പിന്നെ അനുമോൾ നിർബന്ധിച്ചതുകൊണ്ട് ഞാൻ കഴിച്ചതാണ് എന്ന് പറഞ്ഞിട്ട് എണീച്ചു പോയിട്ട് കൈ കഴുകുന്നതാണ് കാണിക്കുന്നത്. അതിനുശേഷം പിന്നെ ഷാനവാസ് പുറത്ത് വന്നിരുന്നിട്ട് ലക്ഷ്മി അപ്പുറത്തിരിക്കുന്നുണ്ട്. പറയുന്നുണ്ട് തമ്പുരാട്ടി ആ സർട്ടിഫിക്കറ്റ് ഒന്ന് ഫ്രെയിം ചെയ്ത് വെക്കണേ, സർട്ടിഫിക്കറ്റ് തരുമ്പോൾ എനിക്ക് മാത്രം തരണ്ട, തരുമ്പോൾ ആര്യനും കൂടെ കൊടുക്കണേ, അത് മറക്കരുതേ, സർട്ടിഫിക്കറ്റ് ഒരാൾക്ക് മാത്രം അങ്ങനെ കൊടുക്കാൻ പാടില്ല എന്നുള്ള രീതിയിലൊക്കെ പറയുന്നുണ്ട്. അതിനുശേഷം പിന്നെ ആര്യനും അക്ബറും വന്ന് സംസാരിക്കുന്ന, അക്ബറിൻ്റെ അടുത്ത് ആര്യൻ വന്ന് സംസാരിക്കുന്നതാണ് കാണിക്കുന്നത്. നിന്റെ കട്ടിലിൽ ഇപ്പം ആരെങ്കിലും ഉണ്ടോ, അത് നീ മാത്രമാണോ കിടക്കുന്നത് എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അക്ബർ ചോദിക്കുന്നുണ്ട് അതെന്താ നീ അങ്ങനെ ചോദിച്ചത്, ഇല്ല എനിക്ക് മാറിക്കിടക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ന് മുതൽ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അക്ബർ പറയുന്നത് എന്തിനാണ്, അതിൻ്റെ ആവശ്യമില്ലല്ലോ, നിന്റെ കയ്യിൽ തെറ്റൊന്നും ഇല്ലയെന്ന് നിനക്ക് പൂർണ്ണ വിശ്വാസം ഉണ്ടെങ്കിൽ പിന്നെ നീ അത് മറ്റുള്ളവരുടെ വാക്ക് കേട്ടിട്ട് മാറിക്കിടക്കേണ്ട ആവശ്യമില്ല എന്ന് പറയേണ്ട. അപ്പോൾ ആര്യൻ പറയേണ്ട അല്ല അങ്ങനെയല്ല, ഇങ്ങനെ ജഡ്ജ്മെൻ്റലായ ആൾക്കാരുടെ ഇടയിൽ എങ്ങനെയാണ് ഇനിയും ഇതിങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ താല്പര്യമില്ല എന്നൊക്കെ പറയുന്നുണ്ട്. നിനക്കത് പ്രശ്നമില്ലെങ്കിൽ ഞാൻ അവിടെ കിടക്കാൻ പറയുന്നുണ്ട്. അപ്പോൾ അക്ബർ പറയുന്നുണ്ട് എനിക്ക് അതുകൊണ്ട് യാതൊരു പ്രശ്നവും ഇല്ല, എൻ്റെ കൂടെ വന്ന് കിടന്നു എന്നുള്ള രീതിയിലൊക്കെ പറയണ വെച്ചിട്ടാണ് ഇന്നലത്തെ എപ്പിസോഡ് കഴിഞ്ഞത്. സോ ഇതൊക്കെയാണ് ഇന്നത്തെ റിവ്യൂ. കുറച്ച് ലോങ് ആയി പോയി തോന്നുന്നു. എൻ്റെ റിവ്യൂ ഇഷ്ടമായാൽ നിങ്ങൾ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും പിന്നെ ലൈക്ക് ചെയ്യാനൊന്നും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻറ്റ് ബോക്സിൽ ഇടണേ. താങ്ക് യു ഫോർ വാച്ചിങ്.